ഈ കൃത്യം നിർവഹിക്കുന്നത്. അതായത് 12ഓളം ഭീകരന്മാരെത്തി വിശാലിനെയും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥി പരിഷത്തിന്റെ മറ്റ് 7 പ്രവർത്തകരെയും ആക്രമിക്കുകയായിരുന്നു. അതിൽ ഈ കുത്തുന്നത് കടക്കാട് നിന്നുള്ള മൂന്നാമത്തെ പ്രതിയായിട്ടുള്ള ഷഫീഖാണ് എന്നതിന് കൃത്യമായ തെളിവുകൾ ആ ഘട്ടത്തിലുണ്ടായിരുന്നു. ഇപ്പോൾ BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ കെ സുരേന്ദ്രൻ, താങ്കൾ ഈ വിധി പ്രസ്താവം കണ്ടു കാണുമല്ലോ. അങ്ങേയറ്റം നിരാശാജനകമായ ഒരു വിധി കോടതിയിൽ നിന്ന് വരികയാണ്. ഈ ക്യാമ്പസ് ഫ്രണ്ടിന്റെ 19 ഭീകരരെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഒരു വിധി പ്രസ്താവമാണ് വന്നിരിക്കുന്നത്. എങ്ങനെ പ്രതികരിക്കും? തീർച്ചയായിട്ടും ഞെട്ടിക്കുന്നതും നിരാശാജനകവും നീതിന്യായ വ്യവസ്ഥയോട് തന്നെ അവമതിപ്പുണ്ടാക്കുന്നതുമായിട്ടുള്ള ഒരു വിധിയാണ് നിർഭാഗ്യവശാൽ ഇന്ന് വിശാൽ വധക്കേസിൽ ഉണ്ടായിരിക്കുന്നത്. പട്ടാപ്പകൽ വിശാലിനെ കോളേജ് ക്യാമ്പസിന്റെ ഗേറ്റിനടുത്ത് വെച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ മുഴുവൻ തീവ്രവാദികളെയും കോടതി വെറുതെ വിട്ടിരിക്കുന്നു എന്ന് കേൾക്കുന്നത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള കാര്യമാണ്, ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യമാണ്. നമ്മളെ നീതിപീഠത്തിന് പിന്നെ കണ്ണു തുറക്കാൻ കഴിഞ്ഞില്ലേ എന്നുള്ള ചോദ്യം ജനങ്ങളിൽ നിന്ന് ഉയരുന്ന ഒരു വിധിയാണ് ഇന്നിപ്പോ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഇതില് വലിയ ഇടപെടലുകൾ നേരത്തെ ഈ കേസിൽ പോലീസിന് SFIയുടെ ജില്ലാ നേതാക്കളും KSUവിന്റെ ജില്ലാ നേതാക്കളും അടക്കം ഈ കേസിൽ ക്യാമ്പസ് ഫ്രണ്ടിന്റെ പങ്കാളിത്തത്തെ സംബന്ധിച്ച് പോലീസിന് മൊഴി നൽകിയതായിരുന്നു. പക്ഷെ ആ 2 വിദ്യാർത്ഥി സംഘടനകളുടെയും നേതാക്കൾ പിന്നീട് കോടതിയിൽ മൊഴി മാറ്റുന്നതാണ് നമ്മൾ കണ്ടത്. ഈ കേസിന്റെ വിചാരണ വേളയിൽ ഉടനീളം ഇത് നീതി ലഭിക്കുമോ, വിശാലിന് നീതി ലഭിക്കുമോ എന്നുള്ള സംശയം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ നിയമിക്കാൻ വേണ്ടിയിട്ടുള്ള ആവശ്യം ഉയർന്നത്. സർക്കാർ അത് വളരെയധികം വൈകിപ്പിക്കാൻ ശ്രമിച്ചു. പക്ഷേ സ്പെഷ്യൽ പ്രോസിക്യൂട്ടർമാരെ വെച്ചതിന് ശേഷം കേസിലെ മുഴുവൻ തെളിവുകളും കോടതിക്ക് മുമ്പിൽ എത്തിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു എന്നുള്ളതാണ് എനിക്ക് ഈ കേസിനെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അപ്പോഴും വിധി വളരെ തീർത്തും നിരാശാജനകമായ രീതിയിൽ കുറ്റവാളികൾക്ക്, അതും ഭീകരവാദ സംഘടനയിൽപ്പെട്ട കുറ്റവാളികൾക്ക് പ്രോത്സാഹനം നൽകുന്ന നിലയിലേക്ക് എത്തിയോ എന്നുള്ള സംശയം ഉയരുന്ന ഒരു വിധിയായി മാറിയിരിക്കുന്നു. ശ്രീ കെ സുരേന്ദ്രൻ, ഈ കൊലപാതകം നടക്കുന്ന ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഭരണമായിരുന്നു. ആ സമയത്ത് തന്നെ വിശാലിന്റെ കുടുംബം ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ കേസിൽ വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അന്ന് PC വിഷ്ണുനാഥൊക്കെ ചെങ്ങന്നൂർ MLA ആണ്. അവരൊന്നും ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചില്ലെന്ന് മാത്രമല്ല, ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും എല്ലാം അതിന്റെ ആവശ്യമില്ല എന്ന നിലപാടായിരുന്നു UDFന്റെ സർക്കാരിന്. പിന്നീട് LDF സർക്കാരിന്റെയും നിലപാട് അത് തന്നെയായിരുന്നു. അതായത് ഏതാണ്ട് ഒരു 5 വർഷക്കാലം ഒരു സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കാൻ കേരളത്തിൽ അധികാരത്തിലിരുന്ന 2 സർക്കാരുകൾ ഈ കേസിൽ തയ്യാറായിരുന്നില്ല. തന്നെയാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അതായത് 5 വർഷത്തോളം ഈ 2 മുന്നണികളും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ വെക്കാൻ സമ്മതിച്ചില്ല എന്ന് മാത്രമല്ല, അവരുടെ 2 മുന്നണി പാർട്ടികളുടെയും വിദ്യാർത്ഥി സംഘടനകളും ഈ കുറ്റവാളികളെ സഹായിക്കുന്ന നിലയിലേക്ക് അവർ നിർലജ്ജം സാക്ഷികൾ കൂറുമാറുന്നത് നമ്മൾ ഈ കേസിൽ കണ്ടു. പക്ഷെ അതൊന്നും ആയിരുന്നില്ല. അത്ര ആയിരുന്നെങ്കിൽ പോലും ശിക്ഷിക്കാൻ കഴിയുമായിരുന്ന ഒരു കൊലക്കേസ് തന്നെ ആയിരുന്നു ഇത് എന്ന് ഉത്തമ ബോധ്യം എനിക്കുണ്ട്.